മാഹി മേഖലയിൽ പെട്രോൾ പമ്പുകൾ കുന്നുകൂടുന്ന സാഹചര്യത്തിൽ മാഹിയിൽ അഗ്നിശമന സേന യൂണിറ്റുകൾ കൂടുതൽ സ്ഥാപിക്കണമെന്ന് നാലുതറ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 9.5 ചതുരശ്ര കിലോമീറ്ററിൽ മാഹി മേഖലയിൽ പുതുതായി തുറക്കാൻ പോകുന്നത് ഉൾപ്പെടെ 35 പെട്രോൾ പമ്പുകളും 68 ലിക്കർ ഷോപ്പുകളും പടക്കക്കടകളും പ്രവർത്തിക്കുകയാണ്. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഇവയ്ക്കെല്ലാം അധികൃതർ അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ ജനങ്ങളുടെ സുരക്ഷ മനസ്സിലാക്കി മാഹി ബൈപ്പാസ് സർവീസ് റോഡിലും പള്ളൂരിലും ആധുനിക രീതിയിലുള്ള അഗ്നിശമന സേന യൂണിറ്റുകൾ സ്ഥാപിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നിലവിൽ മാഹി ടൗണിൽ മാത്രമാണ് അഗ്നിശമന സേന യൂണിറ്റ് ഉള്ളത്. പന്തക്കൽ, പള്ളൂർ ഭാഗത്ത് അത്യാഹിതം സംഭവിച്ചാൽ ഈ വാഹനങ്ങൾ എത്തിച്ചേരാൻ കിലോമീറ്ററുകൾ താണ്ടണം. മാഹി, കടപ്പുറം, ദേശീയപാത എന്നിവിടങ്ങളിലും ഇതര സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വാഹനങ്ങൾ ഏർപ്പെടുത്തണം. മാഹിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ഫോടകാത്മകമായ ഒരവസ്ഥയിലാണ് മാഹിയുടെ അവസ്ഥയിൽ. കേന്ദ്ര ഭരണ പ്രദേശവും പോണ്ടിച്ചേരിയുടെ ഭാഗവുമായ മാഹി ഇന്ന് നിലവിൽ 30 പമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 5 പമ്പിന് പുതുതായിട്ട് NOC കൊടുത്തിട്ടുണ്ട്. അതിനു പുറമെ 68ഓളം മദ്യഷാപ്പുകൾ, നിരവധി പെയിന്റ് കടകൾ, ഗ്യാസ് സിലിണ്ടർ സൂക്ഷിച്ചു വെച്ച 2 വൻ സംഭരണശാലകൾ, ഇതൊക്കെ 100 കണക്കിന് പൊട്ടാസ് കടകൾ, പടക്കശാലകൾ, ഉത്സവകാലങ്ങളിൽ ടെമ്പററി പെർമിഷൻ കൊടുത്തുകൊണ്ട് സ്ഥാപിക്കപ്പെടുന്ന പടക്കശാലകൾ, അങ്ങനെ സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ഒരു വ്യാപാര മേഖലയായി മാഹി മാറി. 9 കിലോമീറ്ററിനുള്ളിലാണ് മാഹിയിൽ ഇത്രയേറെ സ്ഫോടക വസ്തുക്കൾ വിൽപ്പനശാലകൾ മാഹിയിൽ നടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഫയർ സർവീസിന്റെ അവസ്ഥ എന്താ? നമ്മളെ ഫയർ സർവീസിന്റെ അവസ്ഥ, ഒരു ഫയർ ഓഫീസർ, അദ്ദേഹത്തിന്റെ കീഴിൽ 2 ഹെഡ് കോൺസ്റ്റബിൾമാർ, 12 ഫയർമാൻമാർ, 3 ഡ്രൈവർമാർ. ഇതാണ് ഫയർഫോഴ്സിന്റെ ഇന്നത്തെ മാഹിയിലെ 35ഓളം പമ്പ് പ്രവർത്തിക്കുന്നിടത്താണ് ഫയർ സർവീസിന്റെ ഇത്രയും അശക്തമായ ഒരു സംവിധാനമുള്ളത്. വെള്ളം ചീറ്റുന്നത്, വാട്ടർ സ്പ്രേ ചെയ്യുന്ന 2 ടാങ്കർ ലോറിയാണുള്ളത് ഇവരുടെ കയ്യിൽ. ഒരു ആംബുലൻസ് ഇല്ല, പെട്ടെന്നൊരു ദുരന്തം ഉണ്ടായാൽ ഓടിച്ചെത്താൻ ഒരു ജീപ്പില്ല, അപകടം ഉണ്ടായാൽ കൊണ്ടുപോകാൻ ആംബുലൻസ് ഇല്ല. ഇങ്ങനെയുള്ള വസ്തു പെട്രോള് പിന്നെ ദുരന്തം ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കേണ്ട വാതകം പെട്രോൾ ഹോംടൺ ഗ്യാസ് എന്ന് പറയുന്നൊരു വാതകമാണ്. ഇന്നലെ രതീശനോട്, ഫയർ സർവീസ് ഓഫീസിലെ രതീശനോട് അദ്ദേഹമാണ് അതിന്റെ പേര് ശരിക്കും പറഞ്ഞത്. കോൺഫോം കോൺട്രന്റ് എന്നാണ് ഈ വാതകത്തിന്റെ പേര്, കോൺഫോം കോൺട്രന്റ്. ഈ വാതകം ഉപയോഗിക്കുമ്പോൾ, ഈ വാതകം 1 കൊല്ലം മാത്രമേ ഇതിന് പ്രശസ്തിയുള്ളൂ. 1 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം മാറ്റുമ്പോൾ ഇത് എവിടെ കൊണ്ടുപോയി ഒഴുക്കും എന്നാണ് ഫയർ ഓഫീസർ ഉപയോഗിക്കുന്നത്. കടലൊഴുക്കാൻ പറ്റൂല, ഭൂമിയിൽ ഒഴുക്കിയാൽ അത് മറ്റ് ഇതര കിണറുകളെ ബാധിക്കും. അങ്ങനെയുള്ള വസ്തുതകളുണ്ട് ഇതിനെ കൊണ്ട്. അപ്പോ ഇത്തരം സംവിധാനങ്ങളൊന്നും പെട്രോളിന് തീപിടിച്ചാലോ അല്ലെങ്കിൽ ഗ്യാസിന് തീപിടിച്ചാലോ അണക്കാനുള്ള സംവിധാനം മാഹിയിലില്ല. നാലുതറ ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് PVK രത്നാകരൻ, സെക്രട്ടറി KP രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.